So, Sarvam Maya, writer, director, Agil Satyan. So, പാച്ചുവും അത്ഭുതവിളക്കും എന്ന് പറയുന്ന സിനിമയാണ് പുള്ളിയുടെ ആദ്യത്തെ സിനിമ. സോ അതിനുശേഷം അഖിൽ സത്യൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ആക്ച്വലി സർവം മായ, സ്റ്റാറിംഗ് നിവിൻ പോളി, അതുപോലെ തന്നെ അജു വർഗീസ്, പ്രീതി മുകുന്ദൻ, നമ്മുടെ അൽത്താഫ്, ജനാർദ്ദനൻ, വിനീത്, നമ്മുടെ മധു വാര്യർ, ഇവരൊക്കെ ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആള്. ഒരു ഫീൽ ഗുഡ് സിനിമ എന്ന രീതിയിൽ വന്നിട്ടുള്ള നിവിൻ്റെ ഒരു സേഫർ സോണിലോട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി സർവം മായ എന്ന് പറയുന്നത്. ഈ അഖിൽ സത്യന്റെ മുമ്പിലത്തെ സിനിമ എടുത്ത് നോക്കിയാലും ഈ സത്യനന്ദിക്കാട് ആ ടീമിന്റെ മൊത്തത്തിലൊരു ബിൽഡ് നോക്കിക്കഴിഞ്ഞാലും ഉണ്ടാവുന്ന ഒരു കോമൺ പരിപാടി എന്ന് വെച്ചാൽ ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരാൾ വരികയും അതിനുശേഷം ഉണ്ടാവുന്ന ലൈഫിൽ ഉണ്ടാവുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ആക്ച്വലി ഇതിൻ്റെയും ഇതിവൃത്തം. എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ്ലി ഒരു ഫീൽ ഗുഡ് പെർസ്പെക്റ്റീവിലോട്ട് മാത്രം വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി സർവം മായ എന്ന് പറയുന്നത്. നിവിൻ പോളി പുള്ളിയുടെ ഒരു പ്രൈം എന്താ പറയുക, ഒരു കരിസ്മ തിരിച്ചു കൊണ്ടുവന്ന പോലത്തെ ഒരു ഫീൽ ഇതിനകത്തുണ്ട്. കാരണം പുള്ളിയുടെ ചില കോമഡി ആയിരിക്കും, ചില ചെറിയ നിവിൻ പോളിക്ക് മാത്രം പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് നന്നായിട്ട് ചെയ്തതായിട്ട് ഫീൽ ചെയ്തു. ചില കോമഡികളൊക്കെ വളരെ നന്നായിട്ട് ആക്ച്വലി തിയേറ്ററിൽ ഒരു ലാഫ്റ്റർ, മറ്റേ ലൗഡ് ഔട്ട് ലാഫ്റ്റർ അല്ലാതെ കുറച്ചൊരു മൃദുച്ചിരി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ചെറിയ രസത്തിലുള്ള ഒരു പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ആക്ച്വലി നിവിൻ പോളി നന്നായിട്ട് ശ്രമിച്ചിട്ട്. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അജു വർഗീസും നിവിൻ പോളിയും തമ്മിലുള്ള കോമ്പിനേഷനാണ്. കുറച്ച് കാലത്തിന് ശേഷമാണ് അവർ തമ്മിലുള്ള കോമ്പിനേഷൻ വരുന്നത്. അജു ഈ ശിവകാർത്തികൻ സൂരി എന്നൊക്കെ പറഞ്ഞ പോലെ സൂരി ശിവകാർത്തികൻ്റെ കൂടെ നിൽക്കുന്ന സമയത്താണ് ഭയങ്കരമായിട്ട് കോമഡി വരാം, മേ ബി കംഫർട്ട് സോൺ ആയിരിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് അജു വർഗീസിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കോമഡി ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് ഉണ്ട്. വളരെ നന്നായിട്ട് വർക്കൗട്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ അത് ഭയങ്കര ഈസി ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ സിനിമേൻ്റെ അകത്ത് വെച്ചിട്ട് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ പിന്നെയും കാണാൻ പറ്റിയെന്നുള്ളത്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും. കാരണം അജു അത്രയും കംഫർട്ടബിൾ ആണ്. അജു വലിയ വെൽവിഷറാണെന്ന് തോന്നുന്നു ആക്ച്വലി നിവിൻ്റെ. അത് പുള്ളിയുടെ ആ ഒരു നിവിനുമായിട്ട് അഭിനയിക്കുമ്പോഴും നിവിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെയുള്ള പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അജു വർഗീസ് ഇതിനകത്ത് ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടർ, അവരുടെ ആ കോമ്പിനേഷൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലോട്ട് വരുന്ന സമയത്തേക്കുള്ള ഇതിൻ്റെ ഒരു ബ്രാഹ്മണ തറവാട്ടിൽ ജനിക്കുകയും അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഫീൽ ഗുഡ് മൊമെന്റ്, ഇൻട്രൊഡക്ഷൻ സോങ്, അതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നല്ല രസത്തിൽ അവരതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ കോമ്പിനേഷനും അറ്റ് ദ സെയിം ടൈം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു കുട്ടിയാണ് റിയ ഷിബു, നമ്മുടെ ഷിബു തമീൻസിൻ്റെ മോളാണെന്ന് തോന്നുന്നു. അവരാണ് ഒരു മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തത്. പുള്ളിക്കാരിയും വളരെ നന്നായിട്ട് ചെയ്തത്. ആക്ച്വലി പുള്ളിക്കാരി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഈ അൺഎക്സ്പെക്റ്റഡ് എൻട്രി എന്ന് പറയുന്ന സമയത്തേക്കെന്ന് വെച്ചാൽ ഈ ഒരു മീറ്റർ വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ മീറ്റർ വെറുപ്പിക്കാതെ, എന്നാൽ പിന്നെ അത് അഖിൽ സത്യൻ്റെ ഒരു ടച്ചും അതിൻ്റെ അകത്തുണ്ട്. കാരണം ഒരുപാട് ഓവറാക്കാനും പാടില്ല, അറ്റ് ദ സെയിം ടൈം ഒരു 2K ഡെലിവലു പരിപാടിയൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിൽ ആക്ച്വലി അത് വർക്കൗട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പോസർ ജസ്റ്റിൻ പ്രഭാകരാണ്. ഫസ്റ്റത്തെ ടൈറ്റിൽ സോങ് വളരെ നന്നായിട്ടായിരുന്നു. പിന്നെ 1-2 പാട്ടുകളുണ്ടാകുന്നു, വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് സ്റ്റിൽ ടൈറ്റിൽ സോങ്ങും അതിൻ്റെ ഒരു മേക്കിങ്ങും പരിപാടിയൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. സിനിമാറ്റോഗ്രാഫർ എന്ന ശരൺ വേലായുധൻ നായർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ഒറ്റപ്പാലത്തിൻ്റെ നമ്മുടെ പാലക്കാട് ബോർഡറുള്ള മലയും പരിപാടിയൊക്കെ അത് ഒരു നല്ല രസമുള്ള ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ അത് വെച്ചിട്ടുണ്ട്. എഡിറ്റർ എന്ന് പറയുന്നത് രത്തിൻ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ അഖിൽ സത്യൻ എഡിറ്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു 2.5 മണിക്കൂർ സിനിമയാണ്. 2.5 മണിക്കൂർ, 2 hours 25 minutes, 147 minutes ആണ് ആക്ച്വലി സിനിമ. അത് ഒരു എന്താ പറയുക, സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ലാഗും പരിപാടിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഒരു പരിധി വരെ അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന പോലെ തന്നെ ഇതൊക്കെ പറയുമ്പോഴും ഇത് കംപ്ലീറ്റ്ലി വന്നിട്ട് ഒരു ഔട്ട് ആൻഡ് ഔട്ട് കംബാക്ക് എന്ന രീതിയിൽ നിവിൻ പോളി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കംബാക്കിലിട്ട് വന്നു വെച്ചാൽ ഒരു പരിധി വരെ വന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് നിവിൻ പോളി പുള്ളിയുടെ ഒരു സേഫർ സോണിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊരു സേഫർ സോൺ തന്നെയാണ് നിവിൻ പോളിനെ സംബന്ധിച്ചിടത്തോളം. പുള്ളിക്കാരൻ അതിൽ ഒരു ഭയങ്കരമായിട്ടുള്ള എൻ്റർടൈനേഴ്സ് ചെയ്യണമെന്നാണ് എനിക്ക് പേഴ്സണലി ആഗ്രഹം. ഇതൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. എന്നാൽ നിവിൻ പോളി ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആക്ച്വലി സിനിമ കുറച്ചും കൂടി എലിവേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ അജു വർഗീസിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കെമിസ്ട്രിയും കൂടി ഇതിൻ്റെ അകത്ത് വരുമ്പോഴാണ് അത് ഒരു എലിവേഷനിലേക്ക് വരുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്തേക്ക് കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയെന്നുണ്ട് സിനിമ. എന്നാൽ പോലും ഈ സിനിമയുടെ ഒരു ഉദ്ദേശമുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാച്ചും അത്ഭുതവിളക്കായാലും വരണാവശ്യമുണ്ട്, ഇപ്പോൾ ഞാൻ പ്രകാശൻ, അതുപോലെ തന്നെ ഹൃദയപൂർവ്വം, ഇങ്ങനെയൊക്കെയുള്ള സിനിമകളിലേക്കുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് എൻട്രിയും അതിലേക്ക് പോകുന്ന ഒരാളും അതിൻ്റെ ഒരു റീസൺ കണ്ടുപിടിക്കലും പരിപാടികളൊക്കെ ആയിട്ടുള്ളൊരു പലതവണ നമ്മൾ ഈ സത്യനന്ദിക്കാടിൻ്റെ ഈ ടീം മുന്നേ ചെയ്തിട്ടുള്ള ടൈപ്പ് ഒരു സിനിമ തന്നെയാണ്. ഈവൻ പാച്ചും അത്ഭുതവിളക്കും അതിൻ്റെ തന്നെ സെയിം ടെംപ്ലേറ്റിൽ വന്നിട്ടുള്ള സിനിമയാണ്. അങ്ങനെ
ഒരു ടെംപ്ലേറ്റ് പരിപാടി ഒരു ഒന്ന് മാറ്റി ഇപ്പോൾ ഹൃദയപൂർവ്വമാണെങ്കിൽ പോലും മോഹൻലാലിൻ്റെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഓഫ് ഇമോഷൻ ആക്ച്വലി ആ സിനിമ ഒന്ന് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു എലിവേഷൻ മൊമെന്റ് ഇതിനകത്തേക്ക് വന്നിട്ടില്ല. എന്നാൽ കോമഡി പെർസ്പെക്റ്റീവിലോട്ട് നോക്കുന്ന സമയത്തേക്കും ഒരു പ്രോപ്പർലി ഒരു സന്തോഷത്തിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് ആക്ച്വലി എനിക്ക് സർവമായ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ജനാർദ്ദനൻ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് വർക്കൗട്ട് ആവും. ഇവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ നന്നായിട്ട്, അതുപോലെ തന്നെ നായികയായിട്ട് വന്നിട്ടുള്ള നമ്മളെ മീനാക്ഷി പ്രീതി മുകുന്ദനും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ സർവമായ എന്ന് പറയുന്നത് ഒരു വൺ ടൈം കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് ആക്ച്വലി പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു ഫാമിലിയോടെ നമുക്ക് വൃത്തിയായിട്ട് പോയിരുന്ന് കണ്ട് വരാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് പേഴ്സണലി ഫീൽ ചെയ്യും. കുറെ കൂടി അങ്ങനെ പ്ലസന്റ് ആയിട്ടുള്ള ഫിലിംസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അറ്റ് ദ സെയിം ടൈം ഫാമിലി ആയിട്ട് പോകാൻ, ഈ ക്രിസ്മസ് സീസണിൽ ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന ആൾക്കാർക്കും ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി സർവമായ ഫീൽ ചെയ്തിട്ടുള്ളത്. നിവിൻ പോളിനെ തിരിച്ച് ഇങ്ങനെ കാണാൻ പറ്റുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട്. നിവിൻ പോളി ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതും നിവിൻ പോളിയുടെ ഫേസിലായി കഴിഞ്ഞാൽ, പുള്ളിയുടെ ചിരിയായി കഴിഞ്ഞാൽ ഒരു പുള്ളിക്ക് തന്നെ ഒരു ഫീൽ ഗുഡ് ഫീൽ ഉള്ള പോലെ തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു തവണ തീർച്ചയായും കാണാൻ പറ്റുന്ന സിനിമയായിട്ടാണ് ആക്ച്വലി സർവമായ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് സർവമായ ഇൻ യുവർ തിയേറ്റേഴ്സ്.